ഫെഡറൽ ബാങ്ക് ഈയിടെ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു വിയറബിൾ ഡിവൈസ് അവതരിപ്പിച്ചിരുന്നു. ഫ്ലാഷ് പേ എന്ന പേരിലൊരു സ്മാർട്ട് കീ ചെയിനാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ച് 25-ന്. അന്ന് തന്നെ ഞാൻ ഈ ഒരു ഡിവൈസിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 16-നാണ് ഈ ഒരു ഡിവൈസ് റിസീവ് ആയത്. ഇന്ത്യ പോസ്റ്റ് ആണ് അത് ഡെലിവറി ചെയ്തത്. അപ്പോൾ അത്രയും ദിവസത്തെ ഒരു ഡിലേ വന്നിരുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 9 to 10 വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈമായിട്ട് കാണിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കൂടുതൽ എടുത്തു. അപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത് ഫെഡറൽ ബാങ്ക് അല്ല, വേറൊരു കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. സോ അവരുടെ ആ ഒരു പ്രൊഡക്ഷനിൽ വന്ന ഡിലേ ആണ് കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫൈനലി ആ ഒരു ഡിവൈസ് വന്നിട്ടുണ്ട്. ഇതാണ് ഡിവൈസ്. എനിക്കിങ്ങനെ ഒരു പാക്കിലൊക്കെയാണ് വന്നത്. നമ്മുടെ 5 മണിയുടെയൊക്കെ ഡെബിറ്റ് കാർഡൊക്കെ വന്നപ്പോൾ ഒരു ബോക്സിലൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ചിലർക്കൊക്കെ വേറെ ഒരു രീതിയിലെ പാക്കിങ്ങിലാണ് വന്നത്. ജസ്റ്റ് നമ്മളുടെ ഡെബിറ്റ് കാർഡൊക്കെ വരുന്ന പോലുള്ളൊരു പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് വേറെ പലർക്കും ഡെലിവറി ചെയ്തത്. അപ്പോൾ പലർക്കും പല രീതിയിലാണ് വന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണിത് ഡെലിവറി ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ജസ്റ്റ് ഈ ഒരു നമ്മളുടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഫ്ലാഷ് പേ എന്ന ഡിവൈസ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് എനിക്ക് വന്നത്. നമ്മളുടെ 5 മണിയുടെയൊക്കെ ഡെബിറ്റ് കാർഡ് വരുന്നത് പോലെ റുപ്പേ NCMC എനേബിൾഡ് സ്മാർട്ട് കീ ചെയിൻ, പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, പിന്നെ റുപ്പേ ഓൺ ദ ഗോയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്ലാഷ് പേ എന്നാണ് ഈ ഒരു ഡിവൈസിൻ്റെ പേര്, അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡിവൈസ് നിർമ്മിക്കുന്ന കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഡെമോയും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ ഒരു ബോക്സിൽ തന്നെ ഫ്ലാഷ് പേ നമ്പർ എന്ന് പറഞ്ഞ് നമ്മളുടെ സാധാരണ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ പോലെ നമ്മളുടെ ഈ ഒരു ഡിവൈസിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് നമ്പർ, അതുപോലെ തന്നെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, പിന്നെ എക്സ്പയറി ഡേറ്റും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 4 ഡിജിറ്റും അതുപോലെ തന്നെ ഈ ഒരു എക്സ്പയറി ഡേറ്റും ആവശ്യമായിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ബോക്സിൽ മുകളിലായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ, അതുപോലെ തന്നെ റുപ്പേ ഓൺ ദ കോഡ് ലോഗോ ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു പേപ്പറാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫ്ലാഷ് പേ ഡിവൈസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ട്രാൻസാക്ഷൻ എക്സ്പീരിയൻസ് വിത്ത് റുപ്പേ NCMC എനേബിൾഡ് കോൺടാക്ട്ലെസ് സ്മാർട്ട് കീ ചെയിൻ. പിന്നെ ഇതിൻ്റെ അകത്തൊരു താങ്ക്സ് ലെറ്റർ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് പേ ഉപയോഗിച്ച് നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻ, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, NCMC എനേബിൾഡ് മെട്രോ സ്റ്റേഷൻ, POS ടെർമിനലിലേക്ക് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 5000 രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ആണെങ്കിൽ പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട. ഒരു ദിവസം നമുക്ക് 5 ട്രാൻസാക്ഷൻ ആ രീതിയിൽ നടത്താം. 5000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെന്റ് ആണെങ്കിൽ പിൻ നമ്പർ എൻ്റർ ചെയ്യണം. 1 ലക്ഷം രൂപ വരെ നമുക്ക് ഡെയിലി ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ NCMC എനേബിൾഡ് ടെർമിനലിൽ നമുക്ക് ഓഫ്ലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മാക്സിമം സ്റ്റോർഡ് വാല്യൂ ഓഫ് 2000 റുപ്പീസ് ആണ്. ദെൻ ഈ ഒരു ഡിവൈസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? ജസ്റ്റ് ഈ ഒരു ഡിവൈസിൻ്റെ പിന്ന് സെറ്റ് ചെയ്താൽ തന്നെ ഇത് ആക്ടിവേറ്റ് ആയി. നമുക്ക് ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ IVR കോൾ ചെയ്ത് നമുക്ക് പിൻ നമ്പർ സെറ്റ് ചെയ്യാം. പിൻ നമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആയി. ദെൻ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ നമുക്ക് ഇത് മാനേജ് ചെയ്യണമെങ്കിൽ ഫെഡ് മൊബൈലിലും ഫെഡ്നെറ്റിലൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ IVRും അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെന്റ് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു പേപ്പർ ഡോക്യുമെന്റിൽ തന്നെ നമ്മൾ ആ ഒരു ബോക്സിന്റെ പുറമെ കണ്ടതുപോലെ ഈ ഒരു ഫ്ലാഷ് പേയുടെ ആദ്യത്തെ 4 ഡിജിറ്റ്, അതുപോലെ ലാസ്റ്റ് 4 ഡിജിറ്റ്, പിന്നെ എക്സ്പയറി ഡേറ്റ് എന്നിവ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്യണത്. പിന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യരുതെന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറാണ് എക്സ്ട്രാ ആയിട്ട് കീ ചെയിന് പുറമെ ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സ്മാർട്ട് കീ ചെയിൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്മാർട്ട് കീ ചെയിൻ. കീ ചെയിൻ്റെ ഒരു ഭാഗത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് മെറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കീ ഇടാനായിട്ട് സാധിക്കും. കീ ഇടണം എന്നുണ്ടെങ്കിൽ കീ ഇടാം ഇവിടെ. പിന്നെ വരുന്ന പോർഷനാണ് ഇത്. ഇതാണ് ആക്ച്വലി നമ്മളുടെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ജസ്റ്റ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ, നമ്മുടെ ഫെഡ് മൊബൈലിലേക്ക് ലോഗോ ഉണ്ടല്ലോ, ആ ഒരു ലോഗോ ഡിസൈനാണ് ഈ ഒരു കീ ചെയിൻ വരുന്നത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലാണ് പ്രശ്നം. ഇത് ജസ്റ്റ് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ഇത് ഈ ഒരു ഡിവൈസ് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഇതൊരു ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഇത് മെറ്റൽ അല്ല ഇത്. അപ്പോൾ അത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു സ്മാർട്ട് കീ ചെയിൻ. കാണാത്തവർക്കായിട്ട് സാധനം ചെറിയൊരു കീ ചെയിനാണ്. താല്പര്യമുള്ളവർക്ക് ഈസി ടു ക്യാരി കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ റിസ്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എങ്ങനെ നമ്മുടെ ഫെഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പിൻ നമ്പർ സെറ്റ് ചെയ്താൽ മതിയാകും. നമ്മുടെ ഈ ഒരു ഫെഡ് മൊബൈൽ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യുക. ആദ്യം ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കാർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് വരും. അപ്പോൾ സാധാരണ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ കൂടുതൽ തന്നെ ഈ ഒരു ഫ്ലാഷ് പേ സ്മാർട്ട് വിയറബിൾ
എനേബിളിൻ്റെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാകും. ഇവിടെയും ജസ്റ്റ് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മളുടെ കാർഡ് നമ്പറിൻ്റെ അതായത് ഈ ഒരു ഡിവൈസ് നമ്പറിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. നമുക്കൊരു വിർച്വൽ കാർഡ് നമ്പർ എന്ന രീതിയിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരുന്നെങ്കിൽ നന്നായേ. ഇവിടെ നമുക്ക് സെറ്റ് ന്യൂ പിൻ ഇല്ലെങ്കിൽ ചേഞ്ച് പിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ എൻ്റർ ന്യൂ ATM പിൻ, നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിന്ന് എൻ്റർ ചെയ്യുക, 4 ഡിജിറ്റ് പിൻ. പിന്നെ അത് റീ എൻ്റർ ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മളുടെ ഈ ഒരു കാർഡിൻ്റെ എക്സ്പയറി മന്ത് അതുപോലെ തന്നെ എക്സ്പയറി ഇയർ ആണ്. അത് നമുക്ക് ഈ ഒരു ഡിവൈസ് വരുമ്പോൾ അതിൻ്റെ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ എക്സ്പയറി മന്തും അതുപോലെ തന്നെ എക്സ്പയറി ഇയറും. അത് എൻ്റർ ചെയ്ത് ചേഞ്ച് പിൻ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ MPIN എൻ്റർ ചെയ്യാനായിട്ട് വരും. നമ്മൾ ആപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന MPIN, നമ്മുടെ ആപ്പിൻ്റെ MPIN അത് എൻ്റർ ചെയ്യുക. ന്യൂ പിൻ സെറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി പിന്ന് സെറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് എനേബിൾ ഡിസേബിൾഡ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഒരു ടെമ്പററി ആയിട്ട് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓൾ കാർഡ് യൂസേജ് ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്താൽ മതിയാകും. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് യൂസേജ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഇന്റർനാഷണൽ യൂസേജ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ അതിനകത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് കാർഡ് നമ്പറൊക്കെ ഫുള്ളായിട്ട് വേണം. ഇത് നമുക്ക് അവൈലബിൾ അല്ല, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഫുൾ കാർഡ് നമ്പർ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇനി അത് ഫ്യൂച്ചറിൽ വരുമോ എനിക്കറിയില്ല. പിന്നെ മാനേജ് ട്രാൻസാക്ഷൻ ലിമിറ്റ്, ആദ്യം പറഞ്ഞ രീതിയിൽ 1 ലക്ഷം രൂപയാണ് ഡെയിലി ലിമിറ്റ് വരുന്നത്. അത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ ATM വിഡ്രോവൽ ലിമിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഡെബിറ്റ് കാർഡിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ഇത് ഉപയോഗിച്ച് നമുക്ക് ATM വിഡ്രോവൽ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. സോ അത്യാവശ്യം നമ്മളുടെ ഈ ഒരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റിൻ്റെ ലിമിറ്റ് ആണെങ്കിലൊക്കെ നമുക്കവിടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പിന്ന് സെറ്റ് ചെയ്ത രീതിയിൽ വേണമെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്യാം. ദെൻ നമുക്ക് കാർഡ് പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഞാൻ മുൻപ് ഈ ഒരു ഡിവൈസിനെ പറ്റി വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് കൂടി എടുക്കുവാൻ നേരത്ത് ഫെഡറൽ ബാങ്കിൽ നമുക്ക് 2 ഡെബിറ്റ് കാർഡുകളാകും. ഓൾറെഡി നമുക്കുള്ള ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ഈ ഒരു റുപ്പേയുടെ ഒരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡിവൈസിൻ്റെ ഒരു കാർഡ് കൂടി വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓൾറെഡി ഉള്ള കാർഡ് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു കാർഡിന് ആനുവൽ ചാർജ് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി നോക്കി. പക്ഷേ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളുടെ UPI സെറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ പിൻ റീസെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് വേണം. പക്ഷേ ഈ ഒരു ഫ്ലാഷ് പേ എന്ന് പറഞ്ഞ ഡിവൈസിലേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ കാർഡ് നമ്പർ ഒന്നും ഫുള്ളായിട്ട് അവൈലബിൾ അല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ വിർച്വൽ കാർഡ് നമ്പറും അതുപോലെ തന്നെ CVV എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ കാണിച്ചതുപോലെ ജസ്റ്റ് കാർഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റും പിന്നെ ജസ്റ്റ് ആ ഒരു എക്സ്പയറി ഡേറ്റും മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു കാർഡ് ഈ ഒരു ഫ്ലാഷ് പേ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ട് മാത്രം ആ ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഫുൾ കാർഡ് നമ്പർ ഒന്നും നൽകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് UPI പിൻ സെറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നിലവിൽ നമുക്ക് ആധാർ ഒതന്റിക്കേഷൻ വഴി UPI ഒക്കെ സെറ്റ് ചെയ്യാം. സോ UPI പിൻ ഒക്കെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർഡിൻ്റെ നമ്പർ പോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊരു റീസൺ. മറ്റൊരു റീസൺ വരുന്നത് നമുക്കറിയാം, ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഡിലേ ആകാതെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. ഇപ്പോൾ HDFC ബാങ്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു ഫീച്ചറൊക്കെ വളരെ വളരെ ഉപകാരപ്പെടുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം HDFC ബാങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷനായിട്ട് വരാനൊക്കെ ടൈം ഡിലേ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നമുക്ക് അത് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വേണ്ടി വരും. സോ ആ ഒരു പർപ്പസിനും എന്തായാലും നമുക്കിപ്പോൾ നിലവിൽ നമ്മളുടെ കാർഡ് നമ്പറൊക്കെ ഉള്ള ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി ഉള്ള നമ്മളുടെ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു പർപ്പസ് എന്തായാലും നടക്കില്ല. ഈ ഒരു ഫ്ലാഷ് പേ ഡിവൈസിൽ ഒരു വിർച്വൽ കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് CVV അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നൽകിയിരുന്നെങ്കിൽ നമുക്കിത് പോസിബിൾ ആയേനെ, അത് നന്നായേനെ. പക്ഷേ നിലവിൽ അൺഫോർച്ചുനേറ്റ്ലി അത് പോസിബിൾ അല്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിവൈസിൽ എടുത്തത് ജസ്റ്റ് വീഡിയോ ചെയ്യാനും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തും എടുത്തതാണ്. അപ്പോൾ എന്തായാലും ജോയിൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. ഇതുവരെ എടുത്തില്ല. കാർഡ് ഇഷ്യൂ ചെയ്തൊരു 90 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു ജോയിൻ ഫീസ് നമ്മുടെ കയ്യിൽ നിന്നും എടുക്കുന്നത്. ജോയിൻ ഫീസ് വരുന്നത് 499 പ്ലസ് GST ആണ്. സോ എന്തായാലും 1 വർഷം ഉപയോഗിക്കും. 1 വർഷം തികയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡിവൈസ് ക്ലോസ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആനുവലി 199
രൂപ എക്സ്ട്രാ ഇതിന് ആനുവൽ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും രണ്ട് ഡ്രോബാക്സ് ആണ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ തോന്നിയത്. ഒന്ന് ആദ്യം പറഞ്ഞ രീതിയിൽ ക്വാളിറ്റി ഇഷ്യൂ ആണ്. എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഒരു വർഷം ഇപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കളഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളുടെ ഡെബിറ്റ് കാർഡൊക്കെ നമ്മൾ വാലറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കളഞ്ഞു പോകാനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണ് ഈ ഒരു ഫ്ലാഷ് പേ എന്ന് പറഞ്ഞ ഡിവൈസ് കളഞ്ഞു പോകാനുള്ള സാധ്യത. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഡിവൈസിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണിലും NFC ഫീച്ചർ ഉണ്ട്. സോ അത്തരത്തിലുള്ള ഫീച്ചറുള്ള ഫോണാണെങ്കിൽ നമ്മളുടെ കാർഡ് ഫോണിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഫോൺ ടാപ്പ് ചെയ്ത് വരെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു കേസിൽ ഈ ഒരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഐഫോണിൽ നമുക്ക് NFC ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാം. ഇനി ഒരു ഫ്ലാഷ് പേ എന്ന് പറഞ്ഞ ഈ ഡിവൈസിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നവർക്കായിട്ട്, അതായത് മുൻപ് ചെയ്ത വീഡിയോ കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാം. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്മാർട്ട് വിയറബിൾ ഡിവൈസ് ആണ്. ഈ ഒരു കീച്ചൻ ഫോമിലാണ് വരുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ടാപ്പ് ആൻഡ് പേ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഈ ഒരു കീച്ചൻ ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫെഡറൽ ബാങ്കിൻ്റെ റെസിഡൻറ്റ് അക്കൗണ്ടുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് ഫിസിക്കൽ ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫെഡ്നെറ്റ്, അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പോർട്ടൽ ലോഗിൻ ചെയ്ത് നമുക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഡിവൈസ് സൗജന്യമല്ല. ജോയിനിങ് ഫീസ് വരുന്നത് 499 പ്ലസ് GST ആണ്. ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത്, അതായത് ഈ ഒരു ഡിവൈസ് ഇഷ്യൂ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ ഈ ഒരു ജോയിനിങ് ഫീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും. പിന്നെ ആനുവലി എല്ലാ വർഷവും 199 രൂപ പ്ലസ് GST ആണ് ഇതിന് ആനുവൽ ഫീസായിട്ട് വരുന്നത്. ഈ ഒരു ഡിവൈസ് ജസ്റ്റ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള ഡിവൈസ് ആണ്. നമുക്ക് ഇതിൻ്റെ കാർഡ് നമ്പർ പോലുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അവൈലബിൾ അല്ലാത്തതിനാൽ നമുക്കിത് ഉപയോഗിച്ച് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് മാത്രം ചെയ്യാം. 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ടാപ്പ് ആൻഡ് പേ ചെയ്യുന്നത് പോലെ തന്നെ പിൻ നമ്പർ അടിക്കാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ പിൻ നമ്പർ അടിക്കണം. നമ്മൾ ഈ ഒരു ഡിവൈസിൽ സെറ്റ് ചെയ്യുന്ന ATM പിന്നൊക്കെ പോലുള്ള 4 ഡിജിറ്റ് പിന്ന് നമ്മൾ അടിച്ച് നമ്മൾ ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കൂ. ഡെയിലി ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഡെയിലി ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന രീതിയിൽ പറയാനായിട്ട് ഒരു ഫ്യൂൽ പേയ്മെൻറ്റിൻ്റെ ഒരു ഓഫർ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഷ്വർഡ് ക്യാഷ് ബാക്ക് അപ് ടു 125 രൂപ വരെ ഓഫർ ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ നടത്തി 90 ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ എണ്ണാവുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഡിവൈസ് NC എനബിൾഡ് ആണ്. സോ നമ്മളിപ്പോൾ മെട്രോ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കാതെ NC എനബിൾഡ് ടെർമിനൽ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിവൈസ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ക്യൂ നിൽക്കാതെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ സാധാരണഗതിയിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഈസി ടു ക്യാരി എന്ന രീതിയിൽ ഈ ഒരു കീച്ചൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കീ ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ റിസ്ക് ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് കളഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു ഡിവൈസ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്ക് അത് ഉപയോഗിച്ച് 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് പിൻ നമ്പർ അടിക്കാതെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസം ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ പിൻ നമ്പർ അടിക്കാതെയുള്ള പേയ്മെൻറ്റ് 4 തവണ എന്തോ ചെയ്യാൻ സാധിക്കും. സോ മാക്സിമം ലോസ് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. സോ അങ്ങനെ ഒരു റിസ്ക് അവിടെ വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്പ്, ഫെഡ്നെറ്റ് ആപ്പ് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് നമുക്ക് ഈ ഒരു ഡിവൈസ് പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ടെമ്പറലി ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. പെർമനൻറ്റ് ബ്ലോക്ക് ചെയ്യാതെ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൻ്റെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതിയാകും. കാരണം ഇത് ഉപയോഗിച്ച് അത് മാത്രമേ നടക്കൂ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ഡിവൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി